അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്ന് മോഹൻലാൽ എന്ന അഭിനേതാവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ ജനനായകൻ, പ്രിയപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുമായി നിങ്ങൾക്കായി അല്പനേരം സംസാരിക്കാൻ വേണ്ടിയാണ്. കടുപ്പം തന്നെ. പണം കൊടുത്താൽ കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. പക്ഷെ അദ്ദേഹം എത്ര കോടി കിട്ടിയിട്ടാണെങ്കിലും നാടിന് വേണ്ടാത്ത പിണറായി വിജയനെ പോലൊരു ദുഷ്ടമനുഷ്യനെ കുറിച്ച്, ആ ദുഷ്ടമനുഷ്യന് വേണ്ടി ഇങ്ങനെ ഒരു നാടകത്തിൽ പങ്കെടുത്തത് സഹിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല. നമ്മൾ ഞാനൊരു പാട്ടിന്റെ 4 വരി പാടാം. അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് പാടട്ടെ. ഇതിന്റെ പുറകിലെ ഒരു നല്ല ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങും എനിക്ക് 4 വരി പാടിത്തരണം. അപ്പൊ വേണ്ട, സാറ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അങ്ങ് പഠനത്തിൽ മാത്രമാണോ, അതോ കളികളിലും കായിക മികവിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ വായനയോ കലാപ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നാടകങ്ങളിലും വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? വേഷത്തിന് ഉള്ളിൽ കൊണ്ടൊരു നടൻ, അത് ഈ ഇടവക്കാർക്കൊക്കെ അറിയാം. അവരെന്നും കണ്ടുകൊണ്ടിരിക്കല്ലേ അച്ഛന്റെ നാടകം. ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ ഇഷ്ട. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? പോലെ ജനം വെറുത്തിരിക്കുന്ന ഒരു ഭരണാധികാരി ഇവിടെ തുടരുക എന്ന ലക്ഷ്യത്തിൽ പത്മഭൂഷൺ കിട്ടുമ്പോഴും ദാദാ സാഹിബ് ഫാൽക്കെ കിട്ടുമ്പോഴും അത് സംഖ്യ ആയതുകൊണ്ട് കിട്ടുന്നു, മമ്മൂട്ടി സംഖ്യ അല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ കമ്മിക്കൂട്ടങ്ങളുടെ നേതാവിന് വേണ്ടി, നാടു നശിപ്പിച്ച ഭരണാധികാരിക്ക് വേണ്ടി, എല്ലാ ദുഷ്ടത്തരങ്ങളുമുള്ള ഒരു മനുഷ്യന് വേണ്ടി അയാളെ വെള്ള പൂശാൻ, പുട്ടിയിടാൻ മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഞാനും മോഹൻലാൽ കൂട്ടുനിന്നു എന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല. എത്ര കോടി രൂപയായിരിക്കും മോഹൻലാൽ പ്രതിഫലം വാങ്ങിയത്? ഒരു പരസ്യത്തിൽ 1 സെക്കൻഡ് അഭിനയിക്കാൻ മോഹൻലാൽ വാങ്ങുന്നത് കോടികളാണ്. അപ്പോൾ 1 മണിക്കൂർ നീണ്ട ഒരു പരസ്യത്തിന് എത്ര കോടി രൂപ മോഹൻലാൽ പ്രതിഫലം വാങ്ങിക്കാണും? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. പോയാ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ആ പ്രതിഫലം ദയവായി മോഹൻലാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ഈ പിണറായി എന്ന മനുഷ്യനെ വാഴ്ത്തിപ്പാടിയതിന് കിട്ടിയ പ്രതിഫലം തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മോഹൻലാലിന്റെ സമൃദ്ധി ഒഴിഞ്ഞുപോയെന്ന് വരാം. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ, നശിച്ച് നാറാണക്കല്ലെടുക്കും. ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അതുകൊണ്ട് ആ പണം കൈകൊണ്ട് തൊടാതെ അതേപടി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട ലാലേട്ടന് ഇതുവരെയുള്ള ഈ സൽകീർത്തിയും ഇതുവരെ ലഭിച്ചിരിക്കുന്ന സമ്പത്തും ഒക്കെ ചിലപ്പോൾ പ്രതിസന്ധിയിലായെന്ന് വരാം. സൗജന്യമായി പരിപാടി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണോ? 20 ഷോയ്ക്ക് എത്ര ചെലവായി എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പറയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും ആദ്യത്തെ വിഷയം അതാണ്. ഇതിന് ചെലവഴിച്ച പണം, മോഹൻലാലിന് കൊടുത്ത പ്രതിഫലം എവിടെ നിന്നാണ്? എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചുവിട്ടിരിക്കുകയാണോ തന്നെ? ഇത് പരസ്യമല്ല, ഒരു അഭിമുഖമാണ് എന്ന് പറഞ്ഞാൽ അന്തം കമ്മികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു അഭിമുഖമാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നതായിരിക്കണം. ഇപ്പോൾ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ കൈരളി ചാനലിലോ ഇങ്ങനെ ഒരു അഭിമുഖം വന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് പറയാം ഇത് PR ലക്ഷ്യത്തോടു കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തതാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും അതൊരു സ്പോൺസേഡ് നാടകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പിലാക്കി പാർട്ടി ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തു. പക്ഷെ ഇതെന്താ ചെയ്തിരിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും. ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം, ഇതൊരാഘോഷമാക്കി മാറ്റണം.
അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. പൊട്ടിപ്പോയ ഒരു പരീക്ഷണമാണിത്. ഈ അഭിമുഖം കണ്ടിട്ട് പിണറായിക്ക് ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെങ്കിൽ, പിണറായിയുടെ ഇമേജ് ഗുണകരമാവുമെങ്കിൽ അവർക്കെന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. എന്തെല്ലാം നുണകളാണ്. തൻ്റെ ഉള്ളിൽ ഒരു സന്യാസി ഉണ്ടത്രേ. ആ സന്യാസം കൊണ്ട് താൻ പിടിച്ചു നിൽക്കുന്നത്രേ. എല്ലാത്തിനോടും നിർമ്മമത്വമാണത്രേ. ഒന്നും തൻ്റെ കയ്യിലില്ലത്രേ. ഒരു സന്യാസ ജീവിതത്തിന്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. ഗംഭീരമായിട്ടുണ്ട്. നീ കഥയെ സിനിമാക്കാർക്ക് കൊടുക്ക്, 8 നില പൊട്ടും. മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തു കൂട്ടി, എന്തെല്ലാം തോന്നിയാസങ്ങൾ കാണിച്ചു. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്നു. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അങ്ങേയറ്റം വരെ പോയി പക വീട്ടുന്നു. കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതിയാകുമ്പോൾ രക്ഷപ്പെടാൻ അതിനുവേണ്ടി അന്തർധാര സജീവമാക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തിന്മകൾ ചെയ്ത് ശീലിച്ചിട്ട് സന്യാസിയാവണമെന്ന് പറയുന്നു. ശൈലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്നത് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ്. താൻ താമസിക്കുന്ന വീടിന് ചുറ്റുമതിൽ കെട്ടാനും ഗോശാല പണിയാൻ, നല്ല പാല് കുടിക്കാൻ ഗോശാല പണിയാനും 50 ലക്ഷം രൂപ മാറ്റിവെച്ച ആളാണ്. വാഹനങ്ങൾ 1ഉം 2ഉം പോരാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ വാങ്ങി നാട്ടുകാരെ മുടിപ്പിച്ച് നടക്കുന്ന ആളാണ്. എന്നിട്ട് താൻ ഒന്നുമില്ലത്രേ, ദാനശീലനാണത്രേ, സന്യാസിയാണത്രേ. ഒരു മര്യാദ വേണ്ടേ? ശോഭാസുരൻ എന്ന് പറഞ്ഞാണ് ശരി. പിണറായിയുടെ മുഖം കണ്ട ജനം കാർക്കിച്ചു തുപ്പുമെന്നറിയാം. ജനം അപ്പോൾ തന്നെ ചാനൽ മാറ്റുമെന്നറിയാം. അതേസമയം മോഹൻലാലിന്റെ സ്ഥിതി അങ്ങനെയല്ല. മോഹൻലാലിന്റെ മുഖം കാണിച്ച് അതിലൂടെ പിണറായിയുടെ മുഖം കാണിക്കാനുള്ള തട്ടിപ്പടന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല അത്. 10 വർഷം ഈ കസേരയിൽ ഇരുന്ന് ഈ നാട് നശിപ്പിച്ചിട്ട് 5 വർഷം കൂടി ഈ നശീകരണം തുടരാൻ വേണ്ടി വയ്യാത്ത ഉടലും വെച്ചുകൊണ്ട് മത്സരിക്കുന്ന വിജയൻ പറയുകയാണ് താൻ സന്യാസിയാണത്രേ. നീലാകെ കുളിര് കോരിയിട്ടേട്ടാ. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. എല്ലേ ആർക്കാണ് ഇത് കേട്ട് ചിരിക്കാതിരിക്കാൻ കഴിയുന്നത്? എന്തായാലും ഈ പബ്ലിക് റിലേഷൻ സ്റ്റണ്ട് അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഹാരിസ് അറബി ഇങ്ങനെ എഴുതുന്നു: പ്രിയങ്കരനായ നടൻ മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖം ഒരു പൊളിഞ്ഞ PR എക്സസൈസ് ആയിരുന്നു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ പിന്നെ എന്നെ പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാമല്ലോ. സച്ചിനെ കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ പ്രിന്റ് എടുത്ത് പോവാൻ നോക്കി. അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? ആണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. നമ്മൾ പഠിച്ചു. ഗുഡ് ബൈ.